ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് 1 kg വരുന്ന ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പി എങ്ങനെയെന്ന് നോക്കാം. ഇത് ഞാൻ കുക്കറിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ആദ്യം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കണം. അതിനുവേണ്ടി ഒരു അരിപ്പയിലേക്ക് 250 ml കപ്പിൽ 1 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് ഇവയെല്ലാം കൂടി നന്നായിട്ട് അരിച്ചെടുക്കാം. ഇതൊരു 3 പ്രാവശ്യമെങ്കിലും അരിച്ചെടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താലും മതി. അപ്പോൾ ഇത് നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി ക്ലീൻ ആയിട്ടുള്ളൊരു ബൗളിലേക്ക് റൂം ടെമ്പറേച്ചറിൽ ഉള്ള 4 മുട്ട പൊട്ടിച്ച് വെക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും 1 കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. 1 കപ്പ് പഞ്ചസാര കുറച്ചായി വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ, ഒരുമിച്ച് ചേർത്ത് കൊടുക്കരുത്. ഇത് ഹൈ സ്പീഡിലിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇത് നല്ലതുപോലെ ഒന്ന് ബീറ്റായി വന്നാൽ ഇതിലേക്ക് 1/4 കപ്പ് ചൂടുള്ള പാൽ കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് ബീറ്റർ ഓഫ് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ അരിച്ചു വെച്ച ഫ്ലോർ മിക്സ് എഗ് മിക്സിലേക്ക് കുറച്ചായി ഇട്ട് കൊടുത്ത് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഓവറായിട്ട് മിക്സ് ചെയ്യാതെ നല്ല സോഫ്റ്റ് ആയിട്ട് വേണം കേട്ടോ അത് ചെയ്യാൻ. അപ്പോൾ ഞാൻ ഫ്ലോർ മുഴുവനായും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കട്ട പിടിക്കാതെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡിയായി. ഇനി നമ്മൾ കേക്ക് ബേക്ക് ചെയ്യുന്ന കുക്കറിൽ കുറച്ച് ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ അടിയിലും സൈഡ് ഭാഗത്തായി കുറച്ച് ഓയിൽ മാത്രം ഗ്രീസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ അടിഭാഗം നല്ല ക്രിസ്പി ആയി പോകും. ഇനി ഫ്ലെയിം ഓൺ ചെയ്ത് ഒരു പഴയ തട്ട് വെച്ച് കൊടുത്ത് അതിൻ്റെ മുകളിൽ കുക്കർ വെച്ച് കൊടുക്കാം. നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കുക്കർ നല്ലതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കണം. ഇനി ഇതിലേക്ക് നമ്മുടെ കേക്ക് ബാറ്റർ മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുക്കുമ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണ്ട നമ്മുടെ ബാറ്റർ. ഇതിലെ എയർ ബബിൾസ് ഒക്കെ പോകാൻ വേണ്ടി ഒരു സ്റ്റിക്ക് വെച്ച് ഇതുപോലെ ഒന്നാക്കി കൊടുക്കാം. കുക്കറിൻ്റെ വിസിലൂരി ലോ ഫ്ലെയിമിലിട്ട് ഒരു 45 മിനിറ്റ് നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. 45 മിനിറ്റിന് ശേഷം നമ്മുടെ കേക്ക് നല്ലതുപോലെ ബേക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു സ്റ്റിക്ക് വെച്ചൊന്ന് കുത്തി നോക്കാം. സ്റ്റിക്ക് ക്ലീൻ ആയിട്ട് വന്നാൽ നമ്മുടെ കേക്ക് ബേക്കായി. ഒന്ന് ചൂടാറിയതിന് ശേഷം ഇതിൻ്റെ അരികൊക്കെ ഒന്ന് വിടിച്ച് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ കേക്ക് നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അടിഭാഗമൊന്നും കരിഞ്ഞു പോകാതെ നല്ലതുപോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. ഒരു 15 മിനിറ്റിന് ശേഷം കേക്ക് നല്ലതുപോലെ ചൂടാറി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കണം. ടേൺ ടേബിളിൽ വെച്ച് ഇങ്ങനെ കട്ട് ചെയ്താൽ നമുക്ക് കേക്കിൻ്റെ എല്ലാ ലെയറും ഒരേ ലെവലിൽ തന്നെ കിട്ടും.
ഇപ്പോൾ നമ്മുടെ കേക്ക് ഇതാ 3 ലെയറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്ക് കേക്കിനുള്ള വിപ്പിംഗ് ക്രീം റെഡിയാക്കി എടുക്കണം. ഞാനിപ്പോൾ ഫിയോണയുടെ ഈ ഒരു ക്രീമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ വിപ്പിംഗ് ക്രീം ഒരു ക്ലീൻ ആയിട്ടുള്ളൊരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഒരു 2-3 ഡ്രോപ്പ് വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കണം. വാനില എസൻസും മധുരം ആവശ്യമുള്ള ക്രീമാണെങ്കിൽ ആവശ്യത്തിന് പൊടിച്ച പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്ത് ലോ ടു ഹൈ സ്പീഡിലിട്ട് ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ക്രീം നല്ലതുപോലെ ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഐസിങ് ചെയ്ത് തുടങ്ങാം. ഇതിനുവേണ്ടി ഒരു ടേൺ ടേബിളിൽ ഒരു കേക്ക് ബോർഡ് വെച്ച് കൊടുത്ത് കുറച്ച് ക്രീം ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കാം. ഇനി നമുക്ക് കേക്കിൻ്റെ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. ഇനി ഇത് ഷുഗർ സിറപ്പ് വെച്ച് നല്ലതുപോലെ ഒന്ന് വെറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കേക്ക് ഐസിങ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഒരു ഐസിങ് ബാഗിലേക്ക് ക്രീം നിറച്ച് കൊടുത്ത് ഇതുപോലെ കേക്കിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ ഐസിങ് ബാഗിലാക്കി ചെയ്താൽ നമുക്ക് ക്രീം എല്ലാ ഭാഗത്തും ഒരേ ലെവലിൽ തന്നെ അപ്ലൈ ചെയ്തെടുക്കാൻ കഴിയും. ഇനി ഇതൊന്ന് ലെവൽ ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് സ്ട്രോബെറി ക്രഷ് ഒഴിച്ച് കൊടുത്ത് എല്ലാ ഭാഗത്തും ഒന്നാക്കി കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കേക്കിൻ്റെ സെക്കൻഡ് ലെയർ വെച്ച് കൊടുത്തും അതും ഇതേ സ്റ്റെപ്പിൽ തന്നെ ചെയ്തെടുക്കണം. ഇനി കേക്കിൻ്റെ ലാസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. ഇത് ഷുഗർ സിറപ്പ് വെച്ച് നന്നായിട്ടൊന്ന് വെയിറ്റ് ചെയ്ത് കേക്കിൻ്റെ മുകളിലും സൈഡിലുമായിട്ട് കുറച്ച് ക്രീം വെച്ച് ഒന്ന് ക്രീം കോട്ട് ചെയ്ത് കൊടുക്കാം. ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം കേക്കിൻ്റെ മുകളിലും സൈഡിലുമൊക്കെ നല്ല കട്ടിയിൽ തന്നെ ക്രീം വെച്ച് കൊടുക്കണം. നിങ്ങളെ കയ്യിൽ സ്ക്രാപ്പറൊന്നും ഇല്ലെങ്കിൽ ഇതുപോലെ ഒരു പഴയ കാർഡ് വെച്ച് ഇങ്ങനെ ഷേപ്പാക്കി എടുത്താലും മതി. ഇത് നന്നായിട്ടൊന്ന് ഫിനിഷ് ആക്കി എടുക്കാം.
നിങ്ങൾക്ക് കഴിയുന്ന രീതിയിലൊക്കെ ഐസിങ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇതുപോലെ ഒരു സ്ക്രാപ്പർ വെച്ച് ഇതിൻ്റെ സൈഡ് ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് ഞാൻ നല്ലതുപോലെ ഒന്ന് ഐസിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പൈപ്പിംഗ് ബാഗിൽ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് എടുത്ത് ഇതുപോലെ കേക്കിൻ്റെ മുകളിലൊന്ന് ഒഴിച്ചു കൊടുക്കണം. കേക്കിൻ്റെ മുകൾ ഭാഗം മുഴുവനായി കവർ ചെയ്യുന്ന രീതിയിൽ ഈ ഗനാഷി എല്ലാ ഭാഗത്തേക്കും ഒന്ന് എത്തിച്ചു കൊടുക്കണം. കുറച്ച് ഗനാഷ് ഇതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതുപോലെയാണ് ഡിസൈൻ ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവിനനുസരിച്ച് ഇഷ്ടമുള്ളതുപോലെയൊക്കെ ഡിസൈൻ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ഇവിടെ റെഡിയായി. നമുക്ക് ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന കേക്കിനേക്കാൾ ടേസ്റ്റ് ഉണ്ടാകുമെന്ന്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായമൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.